ഹായ് മക്കൾസ് 2024 SSLC ബയോളജി എക്സാമിന്റെ 4 മാർക്ക് സെറ്റ് ആക്കിയാലോ? കമോൺ വേഗം വരൂ. ഓക്കെ, ചോദ്യം ഇതാണ്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മനസ്സിൽ എന്തൊക്കെയോ സംതിങ് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അതന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. നോക്കാം. വിച്ച് ഈസ് ദ പ്രോസസ് ഇല്ലുസ്ട്രേറ്റഡ്. ഇവിടെ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ചിത്രീകരണം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ വരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ചിത്രീകരണം എന്തിനെ സൂചിപ്പിക്കുന്നു? അറിയാം. എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രോട്ടീൻ നിർമ്മാണത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിനെ സൂചിപ്പിക്കുന്നു. സിമ്പിളാണ്, ഒരു പണിയില്ല. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഡസ് എക്സ് ആൻഡ് വൈ ഇൻഡിക്കേറ്റ്. ഇവിടെ ഈ പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ ചിത്രത്തിലുള്ള എക്സ് ആര്, വൈ ആര്? എക്സിനെയും വൈനെയും എന്തിനെ സൂചിപ്പിക്കുന്നു? എക്സും വൈയും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. എക്സ് എന്താ? എക്സ് എന്താ? അവിടെ നിന്ന് എങ്ങനെ വരുന്ന ഇതെന്താ? mRNA. എക്സ് എന്താണ്? mRNA. അങ്ങനെ വൈ എന്താ? ഈ ഉണ്ട എന്താ? ഇവനാരാ? റൈബോസോം. അപ്പൊ എക്സ് ആരാണ്? mRNA. വൈ ആരാണ്? റൈബോസോം. മറക്കരുത്. എക്സ് mRNA, വൈ ആരാണ്? റൈബോസോം. എന്നാൽ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഇവൻ ആരാ? ഇവൻ mRNA ആണോ? അല്ലല്ലോ. ഇവൻ ആരാണ്? ഇവൻ DNA ആണ്. ഇവിടെ ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെക്കുക. ഇവൻ DNA ആണ്, ഇവനാണ് mRNA. ഒരു സ്ട്രാൻഡ് ആണെങ്കിൽ mRNA, ഇതുപോലെ 2 സ്ട്രാൻഡ് ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് DNA. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. മേൽ പ്രവർത്തനത്തിൽ, അതായത് ഈ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണത്തിൽ എക്സിന്റെയും വൈയുടെയും പങ്കെന്ത്? വാട്ട് ആർ ദ റോൾസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ ദിസ് പ്രോസസ്? ഓക്കെ, എക്സിന്റെയും വൈന്റെയും ഈ പ്രോസസ്സിലെ പണി എന്താന്നുള്ളതാണ് ചോദ്യം. എക്സ് ആരാ? mRNA. എമ്മിന്റെ ഫുൾ എന്താ? മെസ്സഞ്ചർ RNA. അപ്പൊ ഇതിന്റെ പണി എന്തായിരിക്കും? മെസ്സേജസ് എത്തിക്കുക, സന്ദേശം എത്തിക്കുക. എങ്ങോട്ട് എത്തിക്കുക? വൈയിലേക്ക്. വൈ ആരാ? റൈബോസോം. ഓക്കെ, അപ്പൊ വൈന്റെ ഫംഗ്ഷൻ എന്താ? റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താ? പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന സ്ഥലം, അവിടെ വെച്ചിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുക. അപ്പോൾ എക്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ എങ്ങനെ എഴുതണം? എക്സിന്റെ ഫംഗ്ഷൻ mRNA ഫംഗ്ഷൻ ക്യാരീസ് മെസ്സേജസ് ഫ്രം DNA ടു റൈബോസോം. DNAയിൽ നിന്ന് സന്ദേശം റൈബോസോമിലേക്ക് എത്തിക്കുന്ന ആളാണ് ആര്? mRNA. അതേസമയം റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന സ്ഥലം, വേർ പ്രോട്ടീൻ സിന്തസിസ് ടേക്സ് പ്ലേസ്. ഇനി ഇവിടെ വേറൊരു RNA കൂടി ഉണ്ട്, അവന്റെ പേരാണ് tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA. അവന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകൾ എങ്ങോട്ട് എത്തിച്ചു കൊടുക്കും? റൈബോസോമിൽ എത്തിച്ചു കൊടുക്കും. അതും കൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു? ABC 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, 3 മാർക്ക് കിട്ടി. ഞാൻ 4 മാർക്കല്ലേ പറഞ്ഞിരുന്നത്, 1 മാർക്ക് കൂടി ഞാൻ തരാം. പിടിച്ചോ. സെലക്ട് ദ ന്യൂക്ലിയോടൈഡ് ദാറ്റ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ RNA. RNAയിൽ മാത്രം കാണപ്പെടുന്ന ന്യൂക്ലിയോടൈഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ RNAയിൽ മാത്രം കാണപ്പെടുന്ന ന്യൂക്ലിയോടൈഡ് എങ്ങനെ മനസ്സിലാവും? RNAയിൽ മാത്രം കാണപ്പെടുന്ന ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. അതേതാ? യുറാസിൽ. ഏതാണ്? യുറാസിൽ. ഫാസിൽ എന്നൊക്കെ പറയുന്ന പോലെ യുറാസിൽ. RNAയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ്. അതിന്റെ അക്ഷരം ഏതാണ്? U അല്ലേ? നോക്കിടാ, ഇവിടെ അല്ലേ U ഉള്ളൂ. ഇതേതാ? G ആണ്, ഗോനിനാണ്. ഇത് T, തൈമിനാണ്. ഇത് A, അഡിനിനാണ്. അപ്പൊ ആൻസർ ഏതാണ്? B ആണ്. ഓക്കെ, എന്നാ പരീക്ഷയ്ക്ക് ചോദിക്കാണ് DNAയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ്. അതേതാ? DNAയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഇതാ തൈമിനാണ്. അങ്ങനെയെങ്കിൽ DNAയിൽ മാത്രം കാണപ്പെടുന്ന ന്യൂക്ലിയോടൈഡ് ഏതേക്കാരം? ഇവനേക്കാരം DNAയിൽ മാത്രം കാണപ്പെടുന്ന ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഇവൻ എന്താണ്? DNAയിൽ മാത്രം കാണപ്പെടുള്ളൂ. ഇവൻ എന്താണ്? RNAയിൽ മാത്രം കാണപ്പെടുള്ളൂ. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? RNAയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ആണ്. അത് B ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ ആൻസർ ഈസ് B ആണ്. B. ഓക്കെ, B. ഓക്കെ, അപ്പൊ 4 മാർക്ക് കിട്ടിയില്ലേ? ഓക്കെടാ, ഇതാ ഞാൻ പോകുന്നു.